വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് അതിരപ്പള്ളിയിൽ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നല്ലോ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം അതായിരുന്നല്ലോ അതിരപ്പള്ളിയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്താണ് യോഗത്തിലെ തീരുമാനം? മന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ? മായ യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അതിൽ കൃത്യമായി പറഞ്ഞത് ഈ ആനയെ തുരത്താൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ്. നാളെ രാത്രിയിലായിരിക്കും ആ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാവുക. അത് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, വേണ്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ ആനയെ തുരത്താൻ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മീറ്റിംഗിന് ശേഷം മന്ത്രി പറഞ്ഞത്. നാളെ മുതൽ അത് ആരംഭിക്കും. നാളെ രാത്രിയായിരിക്കും ആദ്യത്തെ ഒരു ഡ്രൈവ് ഉണ്ടാവുക. തുടർന്ന് ആനയെ തുരത്തുന്നവരെ ഇത്തരത്തിലുള്ള ഡ്രൈവ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പ്രധാനമായും പറഞ്ഞത്. ഈ ആളുകൾക്ക് കൊടുത്ത വാക്കുകൾ അത് കൃത്യമായി തന്നെ പാലിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഈ വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ വേണ്ടി ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ആളുകൾ, അതായത് ഈ ഒരു പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഓമന ചേച്ചി ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് മന്ത്രി പറഞ്ഞ ഉറപ്പുകളുണ്ട്? നാളെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങുകയാണെന്ന് പറയുന്നു. ഈ അതിരപ്പള്ളി, പാലപ്പള്ളി മേഖലയിലൊക്കെ ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് ഗുണമുണ്ടാകുമോ? ഈ ഒരു നാട്ടുകാരി എന്നുള്ള രീതിയിൽ എന്താണ് തോന്നുന്നത്? താൽക്കാലികമായ ഗുണം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. ഞാനൊരു 4 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. അതിരൂക്ഷമായ കാട്ടാന ശല്യം, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രാവും പകലും ആന വരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. പകൽ സമയത്ത് പോലും ആന വരുന്ന അവസ്ഥയാണ്. കവരംപള്ളി നാടാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാർഷിക മേഖലയിൽ ആനകൾ കടന്നു കയറി കൃഷി മുഴുവനും നശിപ്പിക്കുക. പകല് പോലും പറമ്പുകളിൽ ആന പോവുക. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. RRT ടീം അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടണില്ല. മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെ ആനകളെ മൂവ് ചെയ്യിക്കാനുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഈ ശ്രമം, പിന്നെ ആനകൾ അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ആനകൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള മന്ത്രി അങ്ങനെ ഒരു സൂചന പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നാട്ടിലിറങ്ങുന്ന ആനകളെ ഓടിച്ച് കാട്ടിലാക്കി അവരെ കാട്ടിൽ തന്നെ നിർത്തുക. ഈ അതിരപ്പള്ളി പോലത്തെ ഒരു ട്രെയിനിൽ, അത്തരത്തിലൊരു മേഖലകളിൽ ആനയെ ഓടിക്കുക അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെക്കുക, അത്തരത്തിലുള്ളതൊക്കെ എത്രത്തോളം സാധ്യമാണെന്ന് തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ശരിക്കും അത് ഒരു ഉപകാരമാവുമോ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാണോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞ സ്പെഷ്യൽ ഡ്രൈവ് ഞങ്ങൾ ഈ പാലപ്പള്ളി മേഖലയിൽ 4 വർഷം മുൻപ് ആന വന്നപ്പോൾ എല്ലാവരും നോക്കുകുത്തികളായി നിന്ന സമയത്ത് അവിടെ മലയോര മേഖലയിലെ മലയോരവാസികൾ, അവിടെയുള്ള യുവാക്കളെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്ന് ആനനെ ഓടിക്കുന്ന ഒരു ശ്രമം അന്ന് അവിടെ നടത്തി. അത് വിജയകരമായിരുന്നു. ഒരു ദ്വീപ് പോലുള്ള ഒരു പ്രദേശത്ത് കാടിന് നടുക്ക് വന്നുപെട്ട ആനകളെ 6 പോയിന്റിൽ 6 ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് യുവാക്കളെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പ്രഗത്ഭരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഇപ്പം ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥർ പോയി ആനകളെ അവിടെ നിന്ന് വെടിവെച്ച്, ഇങ്ങനെ ഒരു എന്താ പറയുക, വെടിവെച്ചു എന്നല്ല, ഒരു പേടിപ്പിച്ച് അന്ന് രാത്രി 3 ആനകളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഇത് വിജയിക്കാം. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ആനകൾ പിന്നെ തിരിച്ചു വരാൻ പാടില്ല. അവരെ കാട്ടിൽ തന്നെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അവർ കാട്ടിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും സജ്ജമാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. വനത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, കഴിയാനുള്ള ഇതില്ല, ആനകളുടെ എണ്ണം പെരുകി. ഇതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ആനകൾ കടന്നു കയറുന്നത്. പക്ഷേ ഇതൊക്കെ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലപ്പള്ളി പ്രദേശത്ത് ആനകൾ വരുന്നത് ചിമ്മിനി വനമേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ചിമ്മിനി ഡാം റോഡ് ക്രോസ് ചെയ്ത് കിലോമീറ്ററുകളോളം താണ്ടി ആണ് ഒരു 4 മണി കഴിയുമ്പോൾ, വൈകിട്ട് ഒരു 4 മണി കഴിയുമ്പോൾ കാണാൻ നമുക്ക് ആ കാഴ്ച. എന്നിട്ടാണ് ജനവാസ മേഖലയിൽ ഈ ആനകൾ എത്തണേ. ഈ എത്തുന്ന സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് നോക്കി നിൽക്കുകയാണ് ആനകളെ. ഹരീഷാണ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിൽ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉണ്ടായിരുന്നു. യോഗത്തിൽ കാട്ടാനശല്യം തടയുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ എടുക്കുമെന്ന് തീരുമാനം ആയിരിക്കുന്നു. അവിടെയുള്ള ആളുകൾ ഹരീഷുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ.